ഇന്ന് ഷെഫ് പിള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു വെള്ളരിക്ക മോരുകറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അതിനായിട്ട് വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 പച്ചമുളക് എരിവിനാവശ്യത്തിന്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ കഷ്ണത്തിനൊപ്പം വെള്ളം വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് നാളികേരം ചിരകിയതും, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2-3 അല്ലി ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, അതേപോലെ തന്നെ നല്ല ജീരകം, ഇത്രയാണ് അരച്ചെടുക്കുന്നത്. ഇതിൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചില ഭാഗങ്ങളിൽ ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കഷ്ണം നന്നായി വെന്ത് വരുമ്പോൾ ഇതിലേക്ക് അരച്ചത് കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നല്ല കട്ടിയായിട്ടുള്ള തൈര് ഒരു ചെറിയ കപ്പ് നന്നായിട്ട് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കണ്ടോ, ഈ ഒരു പാകത്തിലാണ് ഈ ഒരു കറിക്ക് വെള്ളം വേണ്ടത്. അതൊന്ന് ഇരിക്കുമ്പോൾ ഒന്ന് കുറുകും ചെയ്യും. ഇനി ഇതിലേക്ക് വറവിടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. അതിന് മുന്നേ ഞാൻ കുറച്ച് കറിവേപ്പില ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുകും വറ്റൽമുളകും ഒന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് കളറ് മാറുന്നവരെ ഒന്ന് വഴച്ചെടുക്കണം. അതൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നുള്ള് മുളക് പൊടിയും അതേപോലെ തന്നെ ഒരു നുള്ള് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കതൊന്ന് കറിയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം മുളക് പൊടിയും അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടിയൊക്കെ വളരെ നുള്ളു മതി കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചൂട് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.